പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ല എണ്ണപ്പാറ മലയാറ്റുകരയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കി സൗരജീവിതം നയിക്കുന്നതിനു വേണ്ടി ഈ ജനങ്ങളുടെ അവകാശ പോരാട്ടമാണ് ഈ സമരപ്പന്തൽ. സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തലാക്കുക എന്നു മാത്രമാണ് ഇവരുടെ മുദ്രാവാക്യം, അവരുടെ ആവശ്യം. ഏറ്റവും തുടങ്ങുന്ന ഘട്ടത്തിലുള്ള പ്രശ്നം പ്രത്യേക ടീമോട് നോക്കാം. അതും സാധാരണക്കാരാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പഞ്ചായത്തിൻ്റെ പൈസ കൊണ്ട് വീട് കെട്ടി ആ വീടിനെല്ലാം വെള്ളമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സത്യാഗ്രഹ പന്തലിൽ നിരവധി ജനപ്രതിനിധികളും അതുപോലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ വാസികളും ഇതിൻ്റെ അനുഭവിക്കുന്ന ആൾക്കാരും വിവിധ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് അനുകൂലമായി ഒപ്പം ചേരുന്നുണ്ട് എന്നൊരു കാര്യം കൂടി. നല്ലോണം ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്തെല്ലാം. അതെ അതെ, സ്കൂളിലെല്ലാം പോകുന്ന സമയമാണ്. അതെ അതെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഊരിൽ ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്. പിന്നെ കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. ഇവിടുത്തെ വെടിയിൽ ഒച്ച കെട്ടിട്ട് അവർ താഴെ വീഴുന്ന സംഭവം വരെ പണി കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ മലയാറ്റുകര, എണ്ണപ്പാറ, മലയാറ്റുകര ഈ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം. ഇവിടെ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ അനുമതി കൊടുത്ത അധികൃതരോട് ഉള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഈ ഒരു സമരപ്പന്തൽ. അപ്പോൾ ഇവർക്ക് നീതി ലഭിക്കട്ടെ, ഈ നാടിന് സമാധാനത്തോടെ ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ എന്നുകൂടി പ്രത്യാശിക്കാം. സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് സമരം കടക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ഏതറ്റം വരെയും സമരത്തിന് പോരാടിക്കൊണ്ട് വിജയം വരെ എത്തിക്കും എന്ന് തന്നെയാണ്, നിശ്ചയദാർഢ്യം തന്നെയാണ് എല്ലാവർക്കും ഈ സമരപ്പന്തലിൽ എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ കാണുന്നില്ല, എല്ലാ ജനങ്ങളുടെ പിന്തുണയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഈ സമരം എന്തുകൊണ്ട് വെച്ചാൽ നമുക്കിത് നമ്മുടെ ജീവനും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം. അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തിപ്പോകാനുള്ള ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ വേറൊന്നും ഉദ്ദേശമില്ല. പൂർണ്ണമായിട്ടും നമുക്ക് ഈ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് നിയമ നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഇത് പറയുന്നത്. അതുവരെ നമ്മൾ ഈ സമരം നടത്തും. അതിന്റെ സമരത്തിന്റെ രീതി മാറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലേ, അത് നിങ്ങൾ ഈ പ്രദേശവാസി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതല്ലേ. അപ്പൊ ഈ സമരം മുന്നോട്ട് ഏതറ്റം വരെ കുടിവെള്ളം മുട്ടും കുടിവെള്ളത്തിലേക്ക് തന്നെ വരുന്ന വിഷാംശമാണ് വരുന്നത്. ഈ മലടിഞ്ഞു പോയാൽ ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടു പോകും. അതെ അതെ അതെ. ഒരു പ്രകൃതി ദുരന്തം തന്നെ ചിലപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ സമരപ്പന്തലിന്റെ തൊട്ട് പുറകിൽ ഈ കാണുന്ന മണ്ണ് ഈ കോറിയുടെ കൊണ്ട് നിരത്തിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഏതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് നിയമപാലകര് ഞങ്ങളെ സ്വത്തിനും ജീവനും പിന്നെ പോലീസും നമുക്ക് സംരക്ഷണം തരേണ്ടവർ നമുക്കല്ല തരുന്നത്. ശരിക്കും തന്നെ മാഫിയക്കാന്ന് ഇവര് അധികൃതർ കൂട്ടുന്നത്. ഈ നാട്ടുകാരല്ല ഇപ്പൊ ഈ കോറ നടത്തുന്നവര് എല്ലാം പുറത്തില്ല. പിന്നെ കണ്ണൂര് ഇരിട്ടി ആ ഭാഗത്തിലെ നമ്മൾ നിയമപരമായിട്ട് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് മുതൽ ജില്ലാ കളക്ടർ വരെ എല്ലാ റവന്യൂവിനും അതുപോലെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 500 ആളുകൾ ഒപ്പിട്ട ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരാതി നടപടി ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ സമരം എന്തുകൊണ്ടെന്നാൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകും. തീരുമാനം മാറ്റമൊന്നുമില്ല. ജനകീയ കമ്മിറ്റി സമരമല്ലേ മുന്നോട്ട് പിന്നെ നമ്മുടെ തമ്പാരട്ടനുൾപ്പെടെ മുൻ പഞ്ചായത്ത് 2 പ്രാവശ്യം പഞ്ചായത്തിൽ പ്രസിഡന്റായ തമ്പാരട്ടനുൾപ്പെടെ ഇതിൻ്റെ മുഴുവൻ സമയം പ്രവർത്തനം രീതിയിൽ നല്ല പിന്തുണ മാത്രമല്ല അദ്ദേഹം നേതൃത്വം നൽകുന്നതിന് വേണമെങ്കിൽ പറയാം. രക്ഷാധികാരി സമയത്തിന് ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹം നയിച്ചത് തമ്പാരട്ടനാണ്. അതുപോലെ ഇവിടുത്തെ ഈ വാർഡിൻ്റെ മെമ്പർ സജിത ശ്രീകുമാറും നല്ല സപ്പോർട്ടുണ്ട് ഈ സമരത്തിന്. അപ്പോൾ ഇന്ന് ഓരോ ദിവസം ഒരാൾ നയിക്കുന്നതുകൊണ്ടാണ് ഇന്ന് തമ്പാരട്ടിൽ ഇന്നില്ലാത്തത്. മറ്റു ദിവസം ഉണ്ടാവും. തമ്പാരൻ കുറച്ച് വരും. തമ്പാരൻ്റെ എല്ലാ പിന്തുണയും ഉണ്ട്. കാരണം അതിന് ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തമ്പാരന് ആ കായലിൻ്റെ ഭാഗത്തൊക്കെ അതിൻ്റെ കുടിവെള്ളമെല്ലാം ആദ്യം മുട്ടാൻ പോകുന്ന സ്ഥലം കായലിൻ്റെ പ്രദേശത്താണ്. അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് തമ്പാരനെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ ഈ നാടിൻ്റെ തന്നെ പ്രശ്നങ്ങളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ പേര് ഈ സമരത്തിലേക്ക് അണിചേരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സമരം വിജയത്തിലേക്ക് എത്തട്ടെ, ഈ നാടിനൊരു സമാധാനം ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം അല്ലേ. ഞങ്ങൾ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. ഞങ്ങളൊന്നും ആരും അനുവാദം ചോദിച്ചിട്ടില്ല.
സമരപന്തലിൽ നിന്ന് രമേശൻ മലയാറ്റുകര, അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാനുണ്ട്. നമ്മൾ പൊതുവായിട്ട് ഈ കോറ വരുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞതാണ്. കാരണം നമ്മൾ കോറ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഈ സമരപ്പന്തലിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. സാധാരണ ഒരു കോറ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം തേടേണ്ട ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ അത്തരം ഇടപെടലൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനുള്ള പുറത്തുള്ള ലൈസൻസ് അതുപോലെ പഞ്ചായത്ത് തലം മുതൽ അങ്ങ് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വരെയുള്ള എല്ലാ അനുമതികളും അവർ നേടിക്കഴിഞ്ഞു. ഇത് സമ്പത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഇങ്ങനെ സമ്പത്തും സ്വാധീനവും കൈവശമുള്ള ആൾക്കാർക്ക് എന്തും ഈ രാജ്യത്ത് ചെയ്യാമെന്നുള്ളൊരു ഇതാണ്. ഒരുപാട് ജനങ്ങളുടെ നെഞ്ചത്തേക്കാണ് ഈ ഒരുപാട് സ്ഫോടനങ്ങളിൽ അടിച്ചു കയറ്റി വിടുന്നതെന്ന് കുറച്ചായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടം ചിന്തിക്കേണ്ട അവസ്ഥ ഒരു പണത്തെയും അല്ലെങ്കിൽ ഒരു മാഫിയേക്കാളും ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ഇന്ത്യ സംസ്ഥാനത്തല്ല ഇതുപോലെ ഒരുപാട് സമരങ്ങളുണ്ട്, അവിടെയെല്ലാം മാറണം എന്നാണ് ഞങ്ങളുടെ ഈ സമരത്തോടുകൂടിയുള്ള ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സത്യാഗ്രഹ സമരം, ജനകീയ സമരം 5ാം ദിവസം പിന്നിടുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്, സാമൂഹിക രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങളാണ് ഈ സമരപന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തിച്ചേരുന്നത്. ഇതൊരു ജനകീയ സമരമാണ്, ജീവിക്കുവാനുള്ള അവകാശ പോരാട്ടമാണ്. ഒരു ജനതയുടെ അവകാശ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ നിശ്ചയദാർഢ്യമുള്ള സമര പോരാളികളാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. പോരാട്ടം തുടരുന്ന പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ.